സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ വീണ്ടും സഹകരണ സംഘങ്ങളിൽ നിന്നും സർക്കാർ കടമെടുക്കുന്നു. 2000 കോടി രൂപയാണ് കടമെടുക്കുക. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ 4 മാസത്തെ ക്ഷേമ പെൻഷൻ നിലവിൽ കുടിശ്ശികയാണ്. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, വീണ്ടും കടക്കണിയിലേക്ക് പോവുകയാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ അത് നൽകി മുഖം രക്ഷിച്ചേ മതിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ സഹകരണ സംഘങ്ങളിൽ നിന്നും സർക്കാർ കടമെടുക്കാൻ പോകുന്നു. ആ നീക്കത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്ന എന്തൊക്കെയാണ് അന്വേഷിച്ചപ്പോൾ? ലക്ഷ്മി, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതിനു മുൻപായി തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പ്രധാനമായും LDF മുന്നോട്ട് വെച്ചത് ക്ഷേമ പെൻഷനുകൾ മുടക്കില്ല എന്നായിരുന്നു. ക്ഷേമ പെൻഷനുകൾ ഒരു കാരണവശാലും മുടങ്ങാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. എന്നാൽ അതിനുശേഷം നമുക്കറിയാം, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാർ നേരിട്ടതോടെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് ഈ സഹകരണ ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം നിലവിൽ സർക്കാർ രൂപീകരിച്ചിരുന്നത്. ഈ കൺസോർഷ്യം വഴിയായിരുന്നു ക്ഷേമ പെൻഷനുകൾ നൽകിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി. പക്ഷേ പിന്നീട് ഈ സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക വൻതോതിൽ വർദ്ധിച്ചതോടെ സഹകരണ സംഘങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. നിരവധി തവണ സഹകരണ വകുപ്പിന് ധനവകുപ്പ് കത്ത് നൽകിയെങ്കിലും ഇതിനോട് യോജിക്കാൻ സഹകരണ സംഘങ്ങൾ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇനി പണം നൽകാനാകില്ല എന്ന ഒരു നിലപാട് കൂടി സഹകരണ സംഘങ്ങൾ സ്വീകരിച്ചിരുന്നു. ഇതോടെയാണ് വലിയൊരു പ്രതിസന്ധി വീണ്ടും ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിൽ ഉണ്ടായത്. പിന്നീട് വീണ്ടും ധനവകുപ്പ് നേരിട്ട ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തി വന്നത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത്. കഴിഞ്ഞ ബജറ്റിന് മുൻപ് ധനമന്ത്രി പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. ഈ ഇന്ധന സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് ധനമന്ത്രി പറഞ്ഞത് ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ധന സെസ് ഏർപ്പെടുത്തിയതെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീടും ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന സാഹചര്യമായിരുന്നു സംസ്ഥാനത്ത് നിലനിന്നത്. നിലവിൽ 4 മാസത്തെ ക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്ത് മുടങ്ങിയിരിക്കുകയാണ്. ഇത് നൽകാനുള്ള യാതൊരു വഴികളും നിലവിൽ സംസ്ഥാന സർക്കാരിന് മുന്നിലില്ല. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തുകയും ചെയ്തിരുന്നു. ഇതിന് കാരണമായി കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുന്നുവെന്നൊക്കെ അവകാശവാദം ധനവകുപ്പ് മുന്നോട്ട് വെച്ചെങ്കിലും സുപ്രീം കോടതി പോലും ഇത് അംഗീകരിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ക്ഷേമ പെൻഷനുകൾ നൽകിയില്ലെങ്കിൽ അത് വലിയ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തന്നെ പ്രതിപക്ഷവും BJPയും ഒക്കെ ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏതായാലും 2000 കോടി കടമെടുക്കാനുള്ള ശ്രമത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് വീണ്ടും 2000 കോടി കടമെടുക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ഇതിനായി ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട്. നേരത്തെ രൂപീകരിച്ച സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം തന്നെ വീണ്ടും പണം നൽകണമെന്ന നിർദ്ദേശമാണ് നിലവിലിപ്പോൾ നൽകിയിരിക്കുന്നത്. 9.1% പലിശയ്ക്ക് സർക്കാർ കടമെടുക്കുകയാണ്. നേരത്തെ തന്നെ ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും പണം എടുത്തിരുന്നെങ്കിലും അതിൽ വലിയ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സഹകരണ സംഘങ്ങൾ ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാതിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സഹകരണ സംഘങ്ങളെ നേരിടുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ കൂടുതൽ സഹകരണ സംഘങ്ങൾ ഭരിക്കുന്നത് CPM ആണ്. CPM നിയന്ത്രണത്തിലുള്ള മുന്നണിയാണ് സഹകരണ സംഘങ്ങൾ കൂടുതലായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കൺസോർഷ്യത്തിലേക്ക് പണം എത്തിക്കാനുള്ള നീക്കം നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ധനവകുപ്പ് നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിനായി വീണ്ടും 2000 കോടി കൂടി സഹകരണ ബാങ്കുകളുടെ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ലക്ഷ്മി, രാജീവ്, നമുക്കറിയാം ഈ ക്ഷേമ പെൻഷൻ സർക്കാരിന്റെ ഔദാര്യം മാത്രമാണ്, അത് സഹായം മാത്രമായി കാണണം, ആരുടെയും അവകാശമല്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പൊതുവിൽ പിന്തിരിപ്പൻ നയം തന്നെയാണ്. ഇപ്പോൾ സഹകരണ സംഘങ്ങൾ ഒരു പക്ഷേ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിലും നേരത്തെ രാജു സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷം സഹകരണ സംഘങ്ങളും ഭരിക്കുന്നത് ഇടത് പക്ഷമാണ്. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഒരു ഭീഷണിയുടെ ഒരു രീതി വരെ ഉണ്ട് എന്നൊക്കെ രാജ്യം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി അത് സഹകരണ മേഖല എത്തരത്തിൽ നമുക്കറിയാം ഇപ്പോൾ തന്നെ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. 2000 കോടി രൂപ കടമെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ സഹകരണ സംഘ മേഖലയെ അത് എങ്ങനെ നോക്കിക്കാണാം, എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത്? ലക്ഷ്മി, തീർച്ചയായും ഇത് സഹകരണ സംഘങ്ങളെ സാരമായി തന്നെ ബാധിക്കും. നേരത്തെ സഹകരണ വകുപ്പ് രജിസ്ട്രാറും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. പ്രധാനമായും ഈ സർക്കാർ നൽകാനുള്ള കുടിശ്ശിക KSRTC പെൻഷനും നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ 2023 ജനുവരി വരെയുള്ള പണം മാത്രമാണ് നിലവിൽ സഹകരണ സംഘങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. അതിലും വലിയ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 12 മാസത്തെ കുടിശ്ശികയാണ് നിലനിൽക്കുന്നത്. 12 മാസത്തെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 1500 കോടിക്കടുത്ത് സഹകരണ സംഘങ്ങൾക്ക് നൽകാനുണ്ട്. ഇതിനൊപ്പമാണ് ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിനും സഹകരണ സംഘങ്ങളിൽ നിന്ന്
വൻതോതിൽ പണം എടുത്തിരിക്കുന്നത് അത് വലിയ കുടിശ്ശികയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹകരണ വകുപ്പ് രജിസ്ട്രാർ പലതവണ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. മാത്രമല്ല ഈ സഹകരണ സംഘങ്ങൾ പലതും ഈ കൺസോർഷ്യത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം പോലും ഉണ്ടായി. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹകരണ സംഘങ്ങൾ കൂടുതൽ ഭരിക്കുന്നത് CPM ആണ്. അതുകൊണ്ട് തന്നെ ഈ CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾ വകമാറ്റിയാണ് ഇപ്പോൾ സർക്കാർ ഈ രീതിയിൽ പണം കണ്ടെത്തുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമുക്കറിയാം, സഹകരണ സംഘങ്ങളിലെ നിക്ഷേപം ഉപയോഗിച്ചുകൊണ്ടാണ് സഹകരണ സംഘങ്ങൾ കർഷകർക്കും മറ്റും വായ്പകൾ നൽകുന്നത്. അത്തരത്തിൽ വായ്പകൾ നൽകുന്നതിനെ ഇത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കൃത്യമായി തിരിച്ചടവില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ വരുത്തുമ്പോൾ സഹകരണ സംഘങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനെ ഇത് സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം സഹകരണ സംഘം രജിസ്ട്രാർ നേരത്തെ തന്നെ സർക്കാരിനെ അറിയിച്ചതാണ്. എന്നാൽ സംസ്ഥാനത്തെ സ്ഥിതി ഒട്ടും ശുഭകരമല്ല. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് ഒരു വശത്ത് ധൂർത്തും യഥേഷ്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് മാത്രമാണ് മറ്റു പരിപാടികളിലേക്ക് സർക്കാർ പോകാത്തത്. എന്നാൽ ജൂണിൽ വീണ്ടും ലോക കേരള സഭ വരുന്നുണ്ട്. ഇതിനായി പണം കണ്ടെത്തണം. ഇതിനൊപ്പം തന്നെ ഈ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങൾ നടത്തുന്നതിനെ കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മേഖലാ സമ്മേളനങ്ങൾ വീണ്ടും അമേരിക്കയിലോ ലണ്ടനിലോ വെച്ച് നടത്താനുള്ള നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ നേരത്തെ സൗദി മേഖലാ സമ്മേളനം നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ ഇടപെട്ട് തടഞ്ഞിരുന്നു. ഏതായാലും വീണ്ടും ലോക കേരള സഭ സംഘടിപ്പിച്ച് മേഖലാ സമ്മേളനങ്ങൾ നടത്താനുള്ള തീരുമാനമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിനൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന മറ്റ് പൊതുപരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരും. അതിനൊക്കെ വലിയ രീതിയിൽ പണം കണ്ടെത്തേണ്ട ഒരു സാഹചര്യവും ഉണ്ട്. ഇതുകൊണ്ട് തന്നെ ഒരു വശത്ത് ധൂർത്ത് യഥേഷ്ടം തുടരുന്നു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയും അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ പേരിൽ സെസ് പിരിക്കുന്നു എന്ന് കരുതിയത് പെൻഷൻ പദ്ധതിയുടെ കീഴിൽ വരില്ല എന്നൊരു വിചിത്രമായ വിശദീകരണം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. നേരത്തെ രാജ്യം സൂചിപ്പിച്ചിട്ടുണ്ട്, സെസ് പിരിക്കുന്നത് ഇതിനു വേണ്ടിയാണെന്ന് പറയുമ്പോഴും പെൻഷനും മുടങ്ങുന്നു. മാത്രമല്ല സെസിന്റെ അധിക ഭാരവും ജനങ്ങളുടെ മുകളിലേക്ക് കെട്ടിയേൽപ്പിക്കുന്ന ഒരു സാഹചര്യം. തീർച്ചയായും ബജറ്റിൽ ധനമന്ത്രിയാണ് പ്രഖ്യാപിച്ചത് ക്ഷേമ പെൻഷനുകൾ നൽകാൻ പണമില്ല. അതുകൊണ്ട് തന്നെ ഈ സെസ് വർദ്ധിപ്പിച്ചുകൊണ്ട് പണം കണ്ടെത്തണം, ഇന്ധനനികുതി ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി അതായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. നമുക്കറിയാം രാജ്യത്ത് തന്നെ ഇന്ധന വില ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. മാത്രമല്ല മദ്യത്തിന്റെ വിലയും കുത്തനെ ഉയർത്തിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ധന സെസ് ഏർപ്പെടുത്തിയും അതുപോലെ തന്നെ മദ്യത്തിന്റെ വില കുത്തനെ വർദ്ധിപ്പിച്ചുമാണ് സംസ്ഥാനം ഇപ്പോൾ വരുമാനം പ്രധാനമായും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. മറ്റ് നികുതികളും നിലവിൽ സംസ്ഥാനത്ത് കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കെട്ടിട നികുതി ഉൾപ്പെടെ സംസ്ഥാനത്ത് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ വലിയ രീതിയിൽ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. അവിടെയും സർക്കാരിന് പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകാൻ പോലും കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ധന സെസ്സിൽ നിന്ന് 760 കോടി മാത്രമാണ് കിട്ടിയിരിക്കുന്നത് എന്ന അവകാശവാദമാണ് നിലവിൽ ധനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെയാണ് ഇത്തരത്തിൽ സഹകരണ ബാങ്കുകളിൽ നിന്നും കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം വാങ്ങി ധനവകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, രാജ്യമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.